സോ നമുക്ക് എന്താണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പരിചയപ്പെടാം. ആൻഡ് അതുകൂടാതെ എങ്ങനെ നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് എന്താണ് പൊതുവെ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ. പൊതുവെ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ, അത് എന്ത് സിസ്റ്റം ആണെങ്കിലും ആവാം, ആപ്ലിക്കേഷൻ ആവാം, API ആകാം, സോഫ്റ്റ്വെയർ, വെബ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, എന്ത് വേണേ ആവാം. ഓക്കെ. അതായത് ആ ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ സ്പീഡ്, സ്റ്റെബിലിറ്റി ഒക്കെ മെഷർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും അണ്ടർ എ പർട്ടിക്കുലർ വർക്ക് ലോഡ്. അതായത് നമ്മൾ ഒരു വർക്ക് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. സേ ആമസോണിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്, അല്ലേ, വെബ് ആപ്ലിക്കേഷൻ ആണ്. അവിടെ ആൾക്കാർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വരാം, ഗസ്റ്റായിട്ട് വേണമെങ്കിൽ വരാം, ലോഗിൻ ചെയ്തിട്ട് വരാം, ആൻഡ് അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാം, പേ ചെയ്യാം, ഡൺ. ഓക്കെ. സോ ഈ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ എത്ര യൂസേഴ്സിനെ അറ്റ് എ ടൈം സപ്പോർട്ട് ചെയ്യും? ഓക്കെ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? അതിനാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. ആൻഡ് അതിൻ്റെ സ്പീഡ്, അത് നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുമ്പോൾ, ബ്രൗസ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ടോ, അണ്ടർ പർട്ടിക്കുലർ ലോഡ്. സോ എല്ലാ കേസിലും ഈ അണ്ടർ പർട്ടിക്കുലർ ലോഡ് എന്നുള്ളത് അപ്ലൈ ചെയ്യാം. സോ സേ ഗിവൻ 100 യൂസേഴ്സ്, സ്പീഡ് എത്രത്തോളം ഉണ്ട്, സ്പീഡിന് ഡിഫറൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ 500 യൂസേഴ്സ് വരുമ്പം സ്പീഡ് കുറയുന്നുണ്ടോ. ആൻഡ് അതുപോലെ തന്നെ റെസ്പോൺസിവ്നെസ്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതും ആൻഡ് അടുത്ത പേജിലേക്ക് പോകുന്നതും, അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചുള്ള റെസ്പോൺസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ. ആൻഡ് സ്റ്റെബിലിറ്റി, ആപ്ലിക്കേഷൻ ബ്രേക്ക് ആവുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്. സേ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിൽ പോകുമ്പോഴേക്കും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ബ്രേക്കായി, ഈ പേജ് ആക്സെപ്റ്റബിൾ അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ, അതായത് ഒരു പർട്ടിക്കുലർ ലോഡിൽ. ഓക്കെ. ആൻഡ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ്, അതായത് അതിൻ്റെ വർക്കിംഗ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, റെസ്പോൺസിവ്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി അണ്ടർ പർട്ടിക്കുലർ വർക്ക് ലോഡ് എത്രത്തോളം ഉണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതെന്തിനാണ് നമ്മൾ പൊതുവേ ഒരു ആപ്ലിക്കേഷൻ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നത്? സോ പൊതുവേ നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ, അതായത് ആ ആപ്ലിക്കേഷൻ ഒരു പർട്ടിക്കുലർ ലോഡ് കൊടുത്തു കഴിയുമ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിവിടെ എന്തൊക്കെ മെഷർ ചെയ്യുന്നത്, സ്പീഡും റെസ്പോൺസീവ്നെസ്സും സ്റ്റെബിലിറ്റിയും ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ലോഡിൽ, അല്ലേ. അപ്പോൾ അതെപ്പോഴെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. കാരണം പൊതുവേ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിൽ മാസീവായിട്ടുള്ള ഓഫർ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ യൂസേഴ്സ് സിസ്റ്റത്തിലേക്ക് ആമസോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സേ ഇപ്പോൾ December 31st noon 12 മണിക്ക് ഒരു ഓഫർ, ആരെങ്കിലും എന്ത് വാങ്ങിയാലും ഒരു 30% അല്ലെങ്കിൽ 40% ഓഫർ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഹെവി ആയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സേ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പം അവർക്ക് 6,000 രൂപ ഓഫർ കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറേ യൂസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോഡ് എന്ന് പറയുന്നത് സേ December 31st 12 മണിക്ക് PM. ഓക്കെ. 12 മണിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഓഫർ ആൾക്കാരിലേക്ക് എത്തി, അവർ 5 lakhs യൂസേഴ്സ് ലോഗിൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ആൻഡ് 5 lakhs യൂസേഴ്സ് അറ്റ് എ ടൈം ലോഗിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? 5 lakh യൂസേഴ്സ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 5L യൂസേഴ്സ് ലോഗിൻ ചെയ്യുന്നു. എത്ര മണിക്ക്? ഷാർപ്പ് 12 PM ഒന്നുകിൽ അവർ 12 PM മുന്നേ ലോഗിൻ ചെയ്യാം, അല്ലേ. സേ 11:55 PM AM ലോഗിൻ ചെയ്തു. ആൻഡ് 12 മണിയാകുമ്പോഴേക്കും എല്ലാവരും സിസ്റ്റത്തിലുണ്ടാവും. സേ 11:50 അല്ലെങ്കിൽ അതിന് മുന്നേ മുതൽ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. ആൻഡ് 12 മണിക്ക് ഇവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ. ആൻഡ് പർച്ചേസ് ചെയ്തിട്ട് ഇതേ യൂസേഴ്സ്, ഫോർ എക്സാമ്പിൾ ഈ ഓഫർ ഒരു 20 മിനിറ്റാണ് ഉണ്ടെന്ന് ഇരിക്കാം. സോ ഈ യൂസേഴ്സ് അറൗണ്ട് 12:20, നമ്മളൊരു ബഫറും കൂടെ ആഡ് ചെയ്തിട്ട് 12:30 വരെ ഈ യൂസേഴ്സ് എല്ലാം അവിടെ ഉണ്ടെന്ന് ഇരിക്കാം. സോ ഈ 12:45 വരെ ഈ യൂസേഴ്സ് എല്ലാം അവിടെ ഉണ്ടെന്ന് ഇരിക്കാം. 10 മിനിറ്റ് ഓഫറാണ് റൺ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഈ ടൈം മുതൽ ഈ ടൈം വരെ
നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. 11:45 മുതൽ 12:45 വരെ ഒരു 5 ലക്ഷം യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണം. ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള ഓഫർ കൊടുത്താൽ അത് ഫുള്ളി പ്രോബ്ലമാറ്റിക് ആവും. കാരണം സൈറ്റ് തന്നെ ലോഡ് ആവാതാവും, ആപ്ലിക്കേഷൻ ഡൗൺ ആവുന്നു, ആൾക്കാർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. സോ മൊത്തത്തിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റിന് തന്നെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൽ യൂസേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ഇതുപോലുള്ള ലോഡ് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയണം. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയാണ് നമ്മൾ 5 lakhs യൂസേഴ്സ് ആണ് വരുന്നതെന്ന് അറിയുന്നത്? അത് നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്രയും യൂസേഴ്സ് വരണ്ട. ഓക്കെ, കേരളത്തിലുള്ള 10 വയസ്സിനും 20 വയസ്സിനും ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഓഫർ കൊടുക്കുന്നുള്ളൂ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം കേരളത്തിൽ 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പൊതുവെ എത്ര ആൾക്കാരുണ്ടെന്നൊരു റഫ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കാം. ഇത് ഹൈപ്പത്തറ്റിക്കൽ ഫിഗർ ആണ്, ചെറിയൊരു ജസ്റ്റ് ഒരു ചേഞ്ച്. ഓക്കെ, സോ 1 lakh യൂസേഴ്സേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡിയൽ കേസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഡ് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്ന കേസിൽ 1 lakh ആണ് ആക്ച്വൽ യൂസേഴ്സ് ഉള്ളത്. ഒരു ബഫറും കൂടെ വെച്ചിട്ട് നമ്മൾ ചിലപ്പം 1.5 lakh യൂസേഴ്സ് അറ്റ് എ ടൈം ആ ടൈമിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഇതായിരിക്കും നമ്മൾ എഗൈൻസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. 1.5 lakh യൂസേഴ്സ് ഈ ടൈമിനിടയ്ക്കും ലോഗിൻ ചെയ്താൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഇത്രയും യൂസേഴ്സ് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അതിന് റെസ്പോണ്ട് ചെയ്യുമോ, അതിന് സ്പീഡിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, ആൻഡ് സ്റ്റെബിലിറ്റി പ്രോപ്പർ ആയിരിക്കുമോ? അങ്ങനെ സ്റ്റെബിലിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു 100 യൂസേഴ്സ് വരുവാണെങ്കിൽ 11:45 മുതൽ ഈ ടൈം വരെ 100 യൂസേഴ്സ് വരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ കൗണ്ട് ഇങ്ങനെ കൂട്ടി വരും. 1K ആകും, ആൻഡ് 10K വരും, പിന്നെ 1 lakh വരുന്നു, ആൻഡ് നമ്മുടെ ഫൈനൽ 1.5 lakh വരെ വരുന്നു. ഇനിയിപ്പം കുറേ കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു 5 lakh ഒക്കെ ആകുമ്പോഴേക്കും ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കൗണ്ട് കിട്ടും ഇത്രയും യൂസേഴ്സിൻ്റെ ഇടയ്ക്ക്. 5 lakhs യൂസേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 lakhs യൂസേഴ്സിന് മുകളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബ്രേക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് ഏകദേശം അങ്ങനെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിനി ബിസിനസ് വൈസ് ആണെങ്കിലും നമ്മളൊരു ഓഫറുകൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ബിസിനസ്സിനും ഇതിന് മേജർ ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് റീസൺസ്, ആൻഡ് ഇതൊക്കെയാണ് പെർഫോമൻസ് ടെസ്റ്റിൻ്റെ റീസൺസ്. ആൻഡ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സോ നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് മാനുവലി ചെയ്യാം അല്ലേ. സോ എന്ത് ചെയ്യുന്നു? ഇപ്പം 10 യൂസേഴ്സിന് നമുക്ക് അറ്റ് എ ടൈം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ Amazon.in ബ്രൗസ് ചെയ്യുന്നു. ഓക്കെ, അതായത് എല്ലാവരോടും 11:45 ലോഗിൻ ചെയ്യാൻ പറയണു, ആൻഡ് 12:45 വരെ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണു, ആൻഡ് കീപ്പ് ഓൺ യൂസിങ് ഇറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറയുന്നു. ഓക്കെ, ആൻഡ് ഇവരിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 10 യൂസേഴ്സിന് ഇപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 10 പേരെ 10 ടെസ്റ്റേഴ്സിനെ വിളിക്കുന്നു, ആൻഡ് വരാൻ പറയുന്നു. എല്ലാവരോടും ഒരു ടേബിൾ മുന്നിലായിട്ട് ഇരുന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ ഏകദേശം അങ്ങനെ പറയുന്നു. സോ ഇതൊരു ഓപ്ഷനാണ്. എങ്ങനെയാണ് ഹൗ എന്നുള്ളതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് 10 മാറി 100 വരുമ്പോഴേക്കും കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എല്ലാവരോടും 100 ആൾക്കാരെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, 100 ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഹൗ ടു ടെസ്റ്റ് ഇഫ് യു വാണ്ട് ടു ടെസ്റ്റ് വിത്ത് 1000 യൂസേഴ്സ് ഓർ 10,000 യൂസേഴ്സ് അല്ലെങ്കിൽ 1 lakh യൂസേഴ്സ്? അങ്ങനെയാകുമ്പോൾ നമുക്ക് മാനുവലി ആൾക്കാരെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാം. ഓക്കെ, പൊതുവെ മാനുവലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നുണ്ടാവും. സോ പെർഫോമൻസിൻ്റെ കേസിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രൗസർ ബേസ്ഡ് ടൂൾസ് ഉണ്ട്, ഓപ്പൺ സോഴ്സ് കമാൻഡ് ലൈൻ ടൂൾസ് ഉണ്ട്, ആൻഡ് ഇൻസ്റ്റാളബിൾ ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും വേണമെങ്കിൽ ഒരേ തരത്തിൽ കാണാവുന്നതാണ്. ആൻഡ് അല്ലാതെ ഓൺലൈൻ അതായത് സാസ് മോഡലുള്ള ടൂൾസ് ഉണ്ട്, അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ചിലത് പ്രൈസി ആണ്. ഓക്കെ, അതായത് നല്ല ടൂൾസ് ഉണ്ട്. സോ നല്ല ടൂൾസ് ഉണ്ടെങ്കിലും നല്ല കേപ്പബിലിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ച് അവർ പ്രൈസും ചാർജ് ചെയ്യുന്നുണ്ട്. സോ പൊതുവെ ഓർഗനൈസേഷൻസ് ഈ
പെയ്ഡ് ടൂൾസ് യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അൺടിൽ അത് അത്രയും ഹെവി ആവശ്യം വരുന്നില്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മിക്കവാറും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ജെമീറ്റർ എന്നുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടൂളാണ്. ഓക്കെ, ആൻഡ് ലോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട് വേറെ ടൂളുണ്ട്. ലോഡ് റണ്ണർ എന്നുള്ളത് പെയ്ഡ് ടൂളാണ്. അത് അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അതിന് പെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്നതും കുറവാണ്. സോ അതുകൊണ്ട് അതിനുള്ള സപ്പോർട്ടും ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഓപ്പൺ സോഴ്സ് ടൂളായിട്ടുള്ള ജെമീറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പൊതുവേ ലാക്സ് ഓഫ് യൂസേഴ്സ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഈ ടെസ്റ്റേഴ്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ജെമീറ്റർ. സോ അതിന് നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് സിൻസ് ഇറ്റ്സ് ഓപ്പൺ സോഴ്സ്, നമുക്ക് എന്തെങ്കിലും ഇതിന് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കും സ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജെമീറ്റർ വേണമെങ്കിൽ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഒരു ടൂൾ ചൂസ് ചെയ്യുമ്പം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്. നമുക്ക് മിക്കവാറും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ടൂള് ജെമീറ്റർ ആണ്. ആൻഡ് ജെമീറ്റർ ആയിരിക്കും നമ്മൾ ജെമീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ലോഡ് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് നോക്കി. ആൻഡ് എന്താണ് ഇതിൻ്റെ ഔട്ട്കം, നമ്മൾ എന്തിനാണ് ഒരു പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഇമ്പാക്റ്റാണ് ഉള്ളത്. സോ ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫർ, ഒരു ഫ്ലാഷ് സെയിൽ ഓഫർ വല്ലതും റോൾ ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കിതൊരു പെർഫോമൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം. കാരണം ഇത്ര യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിലേക്ക് ഇത്ര യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും മണിക്കൂറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഫർ കൊടുക്കാൻ പറ്റും. 1 മണിക്കൂർ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഫർ 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇത് കൂടാതെ എന്തുണ്ട്, ഇതിൻ്റെ കോസ്റ്റും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കും വരും. കാരണം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു സെർവർ വെച്ചിട്ട് നമുക്കിപ്പം 1 ഹവറിൽ 100 യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം, ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു സെർവറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതും ഒരു എക്സാമ്പിളാണ്, ഹൈപ്പത്തറ്റിക്കലാണ്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെ ഫിഗേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ $20 ഒരു സെർവറിന് 1 മണിക്കൂറിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, 100 യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ബിസിനസ്സിൻ്റെ കേസിൽ 10,000 യൂസേഴ്സ് അല്ലെങ്കിൽ 10,000 യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം 1 മണിക്കൂറിലേക്ക്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം കോസ്റ്റ് വരുന്നു നമുക്ക് അനലൈസ് ചെയ്യണമെന്ന് വിചാരിക്കാം, ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യുമോ ഇല്ല എന്നുള്ളത് ലോഡ് ടെസ്റ്റ് ചെയ്യണം. ഈ ഒരു സെർവറിനെ വെച്ചിട്ട് തന്നെ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കുന്നു. ഓക്കെ, അതായത് ഒരു സെർവറിനെ വെച്ചിട്ട് നമ്മൾ 10,000 10K എന്ന് കൊടുക്കാം. 10K യൂസേഴ്സിനെ 1 ഹവറിൽ എക്സ്പോസ് ചെയ്തിട്ട് മീൻസ് ടെസ്റ്റ് ചെയ്യുന്നു. 1 ഹവർ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ നോക്കുന്നു. ഇത് ബ്രേക്ക് ആവുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെർവറും കൂടെ ആഡ് ചെയ്യുന്നു. ഇനിയും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെർവറും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ 5 സെർവർ ആകുമ്പോഴാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയാം 5 × $20 ആണ് മൊത്തം എക്സ്പെൻസ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് $100 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10K യൂസേഴ്സിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം സെർവർ കൂട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ പാരലായിട്ട് വേറെയും എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ടാവും. അതൊക്കെ ഇതിനകത്ത് കൗണ്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബിസിനസ്സിൻ്റെ കേസിൽ അതിന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ലോഡ് ടെസ്റ്റ് ആവശ്യമായിട്ട് വരും. സോ 5 സെർവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോഡ് ടെസ്റ്റ് ചെയ്യാം 10,000 പേര് വെച്ചിട്ട്. ഒരു സപ്പോർട്ട് ചെയ്യുന്നത് എൻഷുർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിസിനസ്സിന് നല്ല ക്ലാരിറ്റി കിട്ടും. അതായത് $100 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 1 ഹവറിലുള്ള ഡീല് നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അത്ര ആൾക്കാർ വന്നാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ ചിലപ്പം ചെയ്യുന്നുണ്ടാവുക, മിക്കവാറും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കൂൾ. ആൻഡ് അതൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്കം. ബിസിനസ് ഔട്ട്കം ഉണ്ട്. ആൻഡ് ടെക്നിക്കലി നമുക്ക് ഇത് നമ്മുടെ സിസ്റ്റം എത്രത്തോളം സ്കേലബിൾ ആണ്, ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ചെയ്യോ ഇല്ലയോ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നോക്കുക. ആൻഡ് ലോഡ് കൂടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കൂടുതൽ ലോഡ് സപ്പോർട്ട് ചെയ്യില്ല, സോറി യു ആർ നോട്ട് അലൗഡ്, അങ്ങനെയൊക്കെ പറയാം. ഇപ്പം മുന്നേ IRCTCയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കേസിൽ IRCTCയുടെ ടിക്കറ്റ് ഒരു തൽക്കാലം ബുക്ക് ചെയ്യുന്ന ടൈം സ്ലോട്ടിൽ 8 AM അല്ലെങ്കിൽ 11 AM എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അവർ പറയും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ അവർ ലോഗൗട്ട് ചെയ്യും. സോ അതായത് അത്രയും യൂസേഴ്സിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കേപ്പബിൾ ആയിട്ട് വരുന്നത്,
സോ അവരെന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ സെർവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ വരുന്നതിനനുസരിച്ച് തന്നെ നമ്പർ ഓഫ് സെർവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നുണ്ടാവും. അങ്ങനെ ആൾക്കാരെ ഇത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ടൂൾസ് ഞാൻ പറഞ്ഞു, സാസ് ഓപ്പൺ സോഴ്സ് ടൂൾ ഉണ്ട്, സാസ് മോഡലിലുള്ള ടൂൾസ് ഉണ്ട്. ആൻഡ് ലോഡ് റണ്ണർ എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. ലോഡ് യു ഐ ഉണ്ട്, ലോഡ് യു ഐ ഓപ്പൺ സോഴ്സ് ആണ്. ആൻഡ് ജെമിറ്റ് ആണ് കുറേയും കൂടെ പ്രൊമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ജെമിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്, ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടാണ്. അതായത് ജാവ വെച്ചിട്ടാണ് ജെമിറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിൻഡോസിലും നമുക്ക് ജെമിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ലിനക്സിലായാലും മാക് ഓഎസിലായാലും, അതായത് ഏത് ഓപ്പറേഷൻ സിസ്റ്റമായാലും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ജെമിറ്റർ ഭയങ്കര ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ആൻഡ് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ജെമിറ്റർ അറിയാത്ത പെർഫോമൻസ് ടെസ്റ്റേഴ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ,